ഔട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ. റിനോയ് സാറിനും അശ്വിനും മാത്രമേ എൻറ്റയർ സ്റ്റോറി അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും എനിക്ക് പറഞ്ഞ സിനിമേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ബിക്കോസ് പാഷനേറ്റുള്ള ഒരു പിന്നെ കുറേ നല്ല മെസ്സേജസും തരുന്നുണ്ടല്ലോ, ബോഡി ഷേമിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ. സോ അതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരെക്കാട്ടി കൂടുതൽ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വന്നതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയായി. കുറേ കാലം ഫിലിം ഫീൽഡ് ഇറങ്ങിയിട്ട് ആദ്യമായിട്ടും ഒരു മലയാള സിനിമ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്ലസ് കഥകൾ എനിക്ക് വേറെ അറിയില്ലായിരുന്നു, ഞങ്ങളുടെ പോർഷൻ മാത്രമേ അറിയില്ലായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ കഥകൾ കാണുമ്പോൾ അത് ഓക്കെ ഇതാണ് കഥ എന്ന് അറിയുന്നതിൻ്റെ പ്ലസ് അതൊരു എക്സ്പെരിമെൻറ്റൽ വർക്കാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് അറിയാനുള്ളൊരു സന്തോഷം. കണ്ടിരണം. ഒരു രക്ഷയില്ല കേട്ടോ. അത് ഒരു റിനോയ് കല്ലൂർ ചിത്രം എന്ന് പറയില്ലേ, അത് ആ എഴുതി കാണിച്ചത് അർത്ഥവത്താണ്. അത്ര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അല്ലാതെ എനിക്കിതിൻ്റെ വേറെ ആരും അറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു 10 സിനിമ എടുത്ത് നോക്കി, അതിനകത്ത് എനിക്കൊന്ന് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമയായിരിക്കും ഒരു റൊണാൾഡോ ചിത്രം. കാരണം അത് കഴിയാൻ പറ്റാത്ത സിനിമ എന്ന് പറയില്ല നമ്മൾ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്കിത് എന്താ തീരാത്ത, പക്ഷേ ഒരിത്തിരി ലാഗാണ് പടം. പക്ഷേ ആ ലാഗ് എന്ന് പറയുന്നത് ഇത് കാണേണ്ട ലാഗാണ്. അല്ലാതെ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ, ഇപ്പോൾ സാഗർ എഡിറ്റർ എൻ്റെ സുഹൃത്താണ്, ഞാൻ അവരെ കാണുമ്പോൾ പറയാതിരിക്കുക. എഡിറ്റ് ചെയ്ത് അവൻ എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എവിടേക്കോ കുറച്ച് വൈകി ഇറക്കിയത് കൊണ്ട് എവിടേക്കോ ഒന്ന് കട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെ കട്ട് ചെയ്യേണ്ട സിനിമയല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും എത്തണം. ഈ 1-2 ആർട്ടിസ്റ്റുകൾ എടുത്ത് പറയാനുള്ളത്, പഴയ നമ്മുടെ മരിച്ചുപോയ മേഘനാഥൻ ചേട്ടൻ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടൻ, ഹോമിന് ശേഷം ഇന്ദ്രൻ സേട്ടൻ ചെയ്യുന്ന ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒരു ക്യാരക്ടറൈസേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, പടം നല്ല പടം, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു 3-4 പടം ഒരുമിച്ച് കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സുകൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്. എല്ലാവരും പോയി പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്ന് നല്ല രീതിയിൽ ചെയ്തു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളായതുകൊണ്ട് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർക്കും പറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരുന്നു. എല്ലാവരും കാണുമ്പോൾ ഒരു 3 years ഷൂട്ട് കഴിഞ്ഞ് 3 years ഇതുണ്ടായിരുന്നു റിലീസാവാൻ. ഭയങ്കര ഹാപ്പിനെസ് അവർ ഇത് കാണുമ്പോൾ. ഫുട്ബോളല്ല, ബട്ട് നിങ്ങൾ ബാക്കി എന്താണെന്ന് കണ്ടു തന്നെ അറിയുന്നതായിരിക്കും നല്ലത്. ഒരു സിനിമേനെ പറ്റിയ കഥ ട്രെയിലർ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു പാഷൻ ഫോളോ ചെയ്ത് പോകുന്നവർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും. ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ കയ്യും കാലും അനക്കാതെ വെക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഒരു ചാലഞ്ച്. പിന്നെ ക്രൂ മൊത്തം എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, പഠിപ്പിച്ചു തരാനും ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര എല്ലാ ഒരു എമോഷൻസും കവറാവുന്നുണ്ട്. ലവ്, ഇത് ത്രില്ലിങ് എല്ലാം ഒരു സിനിമയിൽ തന്നെ. ഒരു ഇൻ്റർവ്യൂവിൽ അശ്വിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ ടിക്കറ്റിന് 5 സിനിമ കാണാം എന്ന് പറയുന്നത്. അതായത് ഉള്ളിലത്തെ ഓരോ വേറെ സിനിമകളിൽ ഷോർട്ട് ഫിലിം എഴുതി കാണിക്കത്തേ ഉള്ളൂ, ബട്ട് ഓരോ ഷോർട്ട് ഫിലിം ഇവിടെ ഇതിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. സിനിമ എന്ന് ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ സിനിമ പാറ്റേൺസിൽ നിന്നും എപ്പോഴും ഉള്ള ഒരു 3 സെക്ഷൻ എന്ന് പറയുകയാണ്. പിന്നെ ആ ഒരു ഫ്ലോയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വേറൊരു തരത്തിലൊരു അപ്രോച്ചാണ് സിനിമയിലുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് പുതിയ കാര്യങ്ങളല്ലേ, പുതിയ എക്സ്പെരിമെൻറ്റ്സ് ആണ്, പുതിയ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് ഐ തിങ്ക് ഈ ജനങ്ങളുടെ കയ്യിലാണ് ഇങ്ങനത്തെ പുതിയ സിനിമകൾ എപ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രേക്ഷകരാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. വേറെ റിവ്യൂസ് ബാക്കി എല്ലാവരും പറയുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആലോചിക്കും. പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ബാൽക്കണിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റത്തെ പോർഷനും എനിക്ക് ലാസ്റ്റ് കുറേ ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴാണ് സിനിമ ഫുള്ള് കാണുന്നത്. ഞങ്ങളുടെ ഫുള്ള് മെജോറിറ്റി ആൾക്കാർ ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്. എനിക്ക് ഞങ്ങളുടെ പോർഷൻസ് മാത്രമേ അറിയുള്ളായിരുന്നു. സോ ആദ്യം തൊട്ട് എന്താ സംഭവിക്കുക എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നല്ലതായിരുന്നു കേട്ടോ, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കുറേ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. കോമഡിയാണോ പടം?
എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, നല്ല ഇമോഷൻ സീൻസ് ഉണ്ട്. ഫൈറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, ചുമ്മാ അങ്ങ് പറഞ്ഞല്ലേ, ഫൈറ്റ് ഇല്ല. അല്ല, റൊണാൾഡോയുടെ കഥയല്ല, വേറെ മൂഡ് സിനിമയുടെ കഥകളാണ്. സിനിമയുടെ പടമാണ്. അല്ല, അങ്ങനെയില്ല. അപ്പോൾ പടത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള ആർട്ടിസ്റ്റും പരിപാടികളാണ്. തീർച്ചയായിട്ടും വെറൈറ്റി ഒരു ഫൈറ്റ് അങ്ങനെയല്ല, ഒരു സ്റ്റോറിയാണ് മെയിൻ. അങ്ങനെയുള്ളൊരു സൂപ്പർ. നല്ല ട്വിസ്റ്റോ ട്വിസ്റ്റ്. നല്ല പടമാണ്. നല്ല പടം. നല്ല സിനിമയായിരുന്നു. ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. അടിപൊളി.